ഹാഡിയേഴ്സ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7ൻ്റെ ഓഗസ്റ്റ് 10-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ, അതായത് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് പറയുമ്പം ഫുള്ളൊന്നും കാണത്തില്ല. അതിൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കണ്ടൻറ്റുകൾ പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചു പോകാം. അപ്പോൾ എന്നത്തെയും പോലെ ലാലേട്ടൻ വളരെ അടിപൊളിയായിട്ട് നമ്മുടെ ബിഗ് ബോസ് സ്റ്റേജിൽ എത്തിയിരിക്കുകയായിരുന്നു. അപ്പം ആദ്യമേ തന്നെ ഒരു എവിക്ഷൻ പ്രക്രിയയാണ് കേട്ടോ. നേരിട്ടങ്ങ് എവിക്ഷനിലേക്ക് കടക്കുമായിരുന്നു ചെയ്തത്. സാധാരണ എപ്പോഴും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേ ഗെയിമൊക്കെ നടത്തി ഒക്കെ കഴിയുമ്പോൾ നമ്മളെ ഒന്ന് മടുപ്പിച്ചതിന് ശേഷമായിരിക്കും എന്തുണ്ടാവുക, എവിക്ഷൻ ഉണ്ടാകുക. പക്ഷേ ഇപ്രാവശ്യം 7ൻ്റെ പണിയാണല്ലോ. അതുകൊണ്ട് ഒന്ന് കുറച്ച് ആരൊക്കെയാണ് എവിക്ഷനിലുള്ളത്, അപ്പോൾ അവർ നിങ്ങൾ നിൽക്കുമെന്ന് കോൺഫിഡൻ്റ് ഉണ്ടോ, അതോ പെട്ടെന്ന് ഔട്ടാകുമോ എന്നൊക്കെ എല്ലാവരോടും ഒന്ന് ചോദിച്ച് ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്ത്, അദ്ദേഹമാണ് ഇപ്രാവശ്യത്തെ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് ഔട്ടാകുന്നത്. പക്ഷേ ആൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നിൽക്കാൻ പറ്റും, നിങ്ങളിപ്പോൾ പോകില്ലോ എന്ന് ചോദിച്ച സമയത്ത് ആൾക്ക് നിൽക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, കോൺഫിഡൻ്റ് ആണെന്നാണ് മുൻഷി രഞ്ജിത്ത് പറഞ്ഞത്. പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും കുറവ് വോട്ട്. നമ്മൾ ഉച്ചയോടെ തന്നെ ഇത് അറിഞ്ഞതാണ്. പല യൂട്യൂബേഴ്സും ഈ എന്തുവാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ, സ്പോയിലറൊന്നും പാടില്ല എന്ന് പറഞ്ഞാലും ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു മുൻഷി രഞ്ജിത്താണ് ഔട്ടാകുന്നത്. പക്ഷേ ഗെയിം കാണുന്ന ആൾക്കാർക്കും അറിയാമായിരുന്നു അദ്ദേഹമായിരിക്കും ഔട്ടാകാൻ സാധ്യത എന്നുള്ളത്. പിന്നെ അതിന് ശേഷം പരാതിപ്പെട്ടി, അതായത് ബിഗ് ബോസ് ഹൗസിൽ ആരെങ്കിലും കുറിച്ച് പരാതി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കൊരു പരാതി എഴുതി ഇടാമായിരുന്നു. അപ്പോൾ ആ ഒരു സെക്ഷനാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്കത് നമ്മുടെ സീസൺ 2 ഒന്ന് പോകുന്ന പോലെ തോന്നി. അതായത് നമ്മുടെ രജിത് സാറിൻ്റെ ആ ഒരു പബ്ലിസിറ്റി, ആ ഒരു ഗെയിം പ്ലാനാണ് ഇവിടെ അനീഷ നടത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻസിനും പരാതി ഉള്ളത് അനീഷിനെ കുറിച്ചാണ്. അനീഷ് സ്വയം പറയുന്നത് അനീഷ് വളരെ നല്ല, എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന, എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ്. പക്ഷേ ആളുടെ ഗെയിം പ്ലാൻ മൊത്തം എനിക്ക് ആ ഒരു രജിത് സാറിൻ്റെ ആ ഒരു രീതികളുമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. കണ്ടസ്റ്റൻറ്റുകളെല്ലാം ഇദ്ദേഹത്തിനെതിരെയാണ് പരാതി പോയിരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ അദ്ദേഹം നല്ല രീതിക്കാണ് കളിച്ച് വരുന്നതെന്നുള്ളൊരു തെളിവാണത്. ബാക്കി കണ്ടസ്റ്റൻ്റ് എല്ലാം ഒരു കണ്ടസ്റ്റൻസിന് എഗെയിൻസ്റ്റ് ആകുമ്പോൾ ആ കണ്ടസ്റ്റൻസിനായിരിക്കും പുറത്ത് സപ്പോർട്ട് കൂടുതൽ. പക്ഷേ ഇതകത്തിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അവർ അകത്തെ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ ആ ഒരു വിലയിരുത്തൽ വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. അതായത് പ്രധാനമായിട്ടും അനീഷിനെതിരെ കംപ്ലൈൻറ്റ് പോയിരിക്കുന്നത് ആദില നൂറ, അനു, പിന്നെ എല്ലാവരും പോയിട്ടുണ്ട്. മിക്ക ആൾക്കാരും അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് എന്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ നമ്മുടെ സീസൺ 2ൻ്റെ ആ ഒരു ഹിസ്റ്ററി ആവർത്തിക്കാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ആദില നൂറയുമായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അവർ ഒരു ലെസ്ബിയൻ കപ്പിൾസാണ്. അപ്പം അവരുടെ വീട്ടുകാരുമായിട്ട് അത്ര വലിയ സഹകരണമോ ഒന്നും ഇല്ല അവർ തമ്മിൽ. അപ്പം ആ ഒരു കാര്യത്തിൽ കയറി പിടിച്ചിട്ടാണ് അനീഷ് ഇവരുമായിട്ടൊരു തർക്കം വരുന്നത്. അപ്പം അതിൽ എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഓഫ്, അതായത് അങ്ങനത്തെ ലെസ്ബിയൻ കപ്പിൾസിനെ സമൂഹത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. അവരുടെ വീട്ടുകാരെ ബോധിപ്പിക്കണം, നാട്ടുകാരെ ബോധിപ്പിക്കണം, കൂട്ടുകാരെ ബോധിപ്പിക്കണം. അങ്ങനെ ഒരുപാട് സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ കുട്ടികൾക്ക് അവരുടെ ഇമോഷണലിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കിനും അത് അവർക്ക് വലിയ രീതിയിൽ ഹേർട്ട് ചെയ്യും. അപ്പോൾ അനീഷ് അത് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയെങ്കിലും അദ്ദേഹം അങ്ങനെയുള്ള ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതെ ഗെയിമിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ അനുമോളുമായിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അനുമോളുമായിട്ട് നല്ല രീതിയിൽ തർക്കങ്ങൾ നടന്നിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയിൽ നമ്മുടെ ഒനിയലും ബിനിയുമായിട്ട് ചെറിയൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒനിയൽ ബിനീനെ വിഷം, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വിഷമുള്ളൊരു കണ്ടസ്റ്റൻ്റ് എന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബിനി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാലേട്ടനായിട്ടത് അറിയിച്ചു കൊടുത്തു. അപ്പോൾ അവർ തമ്മിൽ ഇനി ഫൈറ്റ് ഓപ്പൺ ഫൈറ്റ് ആയിക്കൊള്ളുമല്ലോ. പിന്നെ അതിന് ശേഷം അടുത്ത ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോള് അക്ബറിനെതിരെ ഒരു പരാതി നമ്മുടെ സംസാരത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല. പക്ഷേ അന്നേരം പറഞ്ഞ സമയത്ത് അനുമോൾ അതിനെ ഒരു നമ്മളിലേക്ക് എത്തിയത് ഒരു മോശം എന്നുള്ള രീതിയിലാണ്. നോട്ടം എപ്പോഴും ഒരു മോശം രീതിയിലേക്കായിരിക്കുമല്ലോ
എത്തുക. കാരണം പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ നോക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അതൊരു മോശം എന്നുള്ളൊരു ലേബലിലേക്ക് പോകാനാണ് സാധ്യത. പക്ഷേ ഇപ്പം അനുമോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, അദ്ദേഹത്തിന് ദേഷ്യം വെച്ചിട്ടുള്ളൊരു നോട്ടം പോലെയാണ് തോന്നുന്നത്. അപ്പം എന്തായാലും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ. പിന്നെ അതിനിടയിൽ തന്നെ ബ്രേക്ക് പോയ സമയത്ത് അനീഷും മറ്റേ അഭിശ്രീയും തമ്മിൽ അല്ലെങ്കിൽ അഭിലാഷും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അനീഷിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ, ഞാനൊരു അടി കിട്ടിയിരുന്നെങ്കിൽ ആ പേരും പറഞ്ഞ് ഒരാളെ ഔട്ടാക്കാമല്ലോ. അപ്പോൾ ഈ കണ്ടസ്റ്റൻസ് നിങ്ങൾ ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഒന്ന് സെൽഫ് കൺട്രോൾ എടുത്തതിന് ശേഷം പ്രീവിയസ് എപ്പിസോഡ് അല്ലെങ്കിൽ പ്രീവിയസ് സീസണുകളെല്ലാം വളരെ രീതിയിൽ ബാഡായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതായത് ഡോക്ടർ റോബിൻ്റെ കേസിലായിക്കോട്ടെ, നമ്മുടെ റോക്കിയുടെ കേസിലായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമുക്ക് രജിത് സാറിൻ്റെ കേസിൽ പോലും നമുക്ക് ഫിസിക്കൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഫിസിക്കലായിട്ടുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ബിഗ് ബോസിൽ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിട്ട് വേണം ഗെയിം കളിക്കാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങൾ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് പോകണമായിരുന്നു. പ്രൊവോക്കഡ് ആകുമ്പം കൺട്രോളിൽ പ്രൊവോക്കഡ് ആകാനായിട്ടുള്ള ശ്രമം വേണ്ടി വരും. ഇനി അടുത്ത ഒരു ഇതുള്ളത് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ എവിക്ഷൻ നടന്നു, ഞാൻ പറഞ്ഞല്ലോ എവിക്ഷൻ നടന്നു. എവിക്ഷനിൽ പക്ഷേ ആദ്യമേ തന്നെ ആളെ കണ്ടസ്റ്റൻസുമായിട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല, സ്റ്റേജിൽ നിർത്തി സംസാരിച്ചൊന്നുമില്ല. എപ്പിസോഡിൻ്റെ അവസാനമാണ് നമ്മുടെ കണ്ടസ്റ്റൻസും ഔട്ടായ ആളും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടന്നത്. അപ്പോൾ അതിൽ റെന ഫാത്തിമയ്ക്ക് മുൻഷി രഞ്ജിത്തിനോടൊരു പരാതി ഉണ്ടായിരുന്നു. അതായത് മുൻഷി രഞ്ജിത്ത് റെനയോട് എപ്പോഴും വളരെ ദേഷ്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. എന്നാൽ ഓൾറെഡി അവർ തമ്മിലൊരു ഇഷ്യൂ ഒരു ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് മുൻഷിയെ ചേട്ടാന്ന് വിളിക്കണ്ട, മുൻഷി എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ പേര് വിളിച്ചാൽ മതി എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയപ്പോഴത്തേക്കിനും റെന ചോദിച്ചു, ഇനിയിപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പരാതിയാകുമോ എന്നുള്ളത് റെന ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല എനിക്ക് ഒരൊറ്റ തന്തയുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് റെന അദ്ദേഹത്തെ ഒന്ന് ട്രോൾ ചെയ്യായിരുന്നു, ഞങ്ങൾക്കൊക്കെ പിന്നെ 2 ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ റെന ഫാത്തിമ മുൻഷിയെ ഒന്ന് തിരിച്ച് മറുപടി പറഞ്ഞായിരുന്നു. അത് അദ്ദേഹത്തിന് ഹേർട്ടായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഇനി കുട്ടിയോട് അധികം കൂടുതൽ സംസാരിക്കുന്നതിന് നിൽക്കണ്ട എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിക്കോണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നാളത്തെ ഇത് കാണിച്ചിട്ടുണ്ട്, എന്താണ് പ്രമോ കാണിച്ചിട്ടുണ്ട്. അതിലേകദേശം ഒരു ഫിസിക്കൽ ടാസ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് താൽക്കാലികമായിട്ട് സീസൺ 7 നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നാളെ അറിയാം. ഓക്കെ, നമ്മൾ എന്തായാലും എപ്പിസോഡ് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും റിവ്യൂസ് ഇടുക. അതല്ലാതെ ഒരു വഴിയും നമുക്കില്ല. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചോർത്തിയെടുക്കാനുള്ള യാതൊരു വഴിയുമില്ല. എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒന്ന് ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും വെക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.